പത്തനംതിട്ടയിൽ പേവിഷബാധയേറ്റ് വീട്ടമ്മ മരിച്ചു. മണ്ണാർമല സ്വദേശി കൃഷ്ണമ്മയാണ് മരിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വിവരങ്ങളുമായി ശ്രീരാജ് ബാബു ചേരുന്നു. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ്, വളരെ ദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കും. രജീഷ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഴുവൻ വാക്സിൻ ഡോസുകളും എടുത്ത ശേഷമാണ് മരണം സംഭവിച്ചത് എന്നാണ്. കഴിഞ്ഞ ഉത്രാട ദിവസമായിരുന്നു കൃഷ്ണമ്മയ്ക്ക് കടിയേറ്റത്. വീടിന് മുന്നിൽ വെച്ച് തെരുവുനായ ആക്രമിക്കുകയായിരുന്നു. റോഡിൽ വീണ ശേഷം തെരുവുനായയുടെ ആക്രമണത്തിൽ മുഖത്തടക്കം കൃഷ്ണമ്മയ്ക്ക് പരിക്ക് പറ്റിയിരുന്നു. പിന്നീട് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അതിനു മുൻപ് തന്നെ മുഴുവൻ ഡോക്സ് വാക്സിനുകളും എടുത്തെങ്കിലും കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് ശക്തമായ പനി അനുഭവപ്പെടുകയും ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും ചെയ്തു. തുടർന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി മരണം സംഭവിക്കുകയായിരുന്നു. എന്തായാലും കുടുംബം പറയുന്നത് മുഴുവൻ വാക്സിൻ എടുത്തിട്ടുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസറും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനിടെയായിരുന്നു ഇത്തരത്തിൽ ശാരീരിക അസ്വസ്ഥയും പനിയും അനുഭവപ്പെടുന്നതും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതും. എന്തായാലും പരിശോധനയിൽ റാബീസ് സ്ഥിരീകരിക്കുകയായിരുന്നു രജീഷ്. ശ്രീരാജ്, ഈ സ്ഥലത്ത് തെരുവുനായ ശല്യം രൂക്ഷമായ സ്ഥലമാണോ? ഈ എല്ലാ വാക്സിനുകളും എടുത്തു എന്ന് പറയുന്നു. ഇത് സംബന്ധിച്ച ഈ ജില്ലാ മെഡിക്കൽ ബോർഡിന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിശദീകരണങ്ങൾ വരുന്നുണ്ടോ? ഇതിൽ മുഖത്ത് കടിയേറ്റാണ് ഇത്തരത്തിൽ ഈ വാക്സിൻ എടുത്തെങ്കിലും ഈ പേവിഷബാധ കൂടുതൽ കടുക്കാൻ കാരണമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖത്ത് കാര്യമായി തന്നെ കൃഷ്ണമ്മയ്ക്ക് പരിക്ക് പറ്റിയിരുന്നു. ആദ്യഘട്ടത്തിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പ്രാഥമിക ശുശ്രൂഷ നൽകുകയും ചെയ്തിരുന്നു. തുടർന്ന് മുഖത്ത് പരിക്ക് കണക്കെടുത്ത് വാക്സിൻ അടക്കം എടുത്തിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത് റാബിസ് മൂലമാണ്, പേവിഷബാധ മൂലമാണ് എന്ന കാര്യവും സ്ഥിരീകരിച്ചിരിക്കുന്നു രജീഷ്.